മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള അസർബൈജാനിലെ ഹിന്ദു ക്ഷേത്രവും സരസ്വതി ദേവിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റുമോ? ഫ്രണ്ട്സ്, ചിക്കനുമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അസർബൈജാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കു എന്ന് പറയുന്ന സിറ്റിയിലാണ്. അപ്പോൾ ബാക്കു എന്ന് പറയുന്ന സിറ്റിയിൽ ഇതുകൊണ്ട് വേസ്റ്റിടാൻ വേണ്ടി പോകുന്ന ചേട്ടൻ ഇല്ലേ, ആ ചേട്ടൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഇന്ത്യക്കാരനാണ്, നമ്മുടെ ഹിമാചലുകാരനാണ്. പുള്ളിയുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ എന്നെ വിളിച്ചു. അങ്ങനെ അവിടെ അവരുടെ കൂടെയാണ് 2 ദിവസമായിട്ട്. ഞാൻ ഷിഫാലിയുടെ വീട്ടിൽ നിന്നൊക്കെ ഓൾറെഡി ഇറങ്ങി. ഇതാണ് നമ്മുടെ ബായ് കണ്ണാടിയൊക്കെ വെച്ചല്ലോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ. कैसा है भाई? बढ़िया बढ़िया, आप सुनाओ? बढ़िया। आप किधर से हो? मैं इंडिया से हूँ, हिमाचल। इधर क्या करता है? मैं एज ए शेफ काम करता हूँ यहाँ पे। अभी कैसा लगा आपको? पसंद है इधर? ठीक है, बहुत अच्छा है, वेदर बहुत बढ़िया है, कोई दिक्कत नहीं है यहाँ पे। ओके। एवरीथिंग इज गुड हियर। पालनपुर अच्छा है, बाकू अच्छा है? पालनपुर इज ए वेरी वेरी ब्यूटीफुल सिटी। ओके। This is my home place. Okay. It's very good city, very beautiful city, and so many people is too much good there. Okay. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് രാവിലെ പുള്ളി ജോലിക്ക് വന്നു. ഞാൻ രാവിലെ ഇവിടെ ഒരു നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുസമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സൊറാസ്ട്രിയൻ മതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചല്ല ഒരു ടെമ്പിളിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. ഞാനങ്ങനെ നെറ്റൊന്നുമില്ല, സിം വാങ്ങിച്ചു. ഇതുവരെ സിം ആക്റ്റീവ് ആയിട്ടില്ല. സായിക്കും നെറ്റൊന്നുമില്ല കേട്ടോ. സായി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതുണ്ടല്ലോ, അങ്ങനെ ടൈം പറഞ്ഞ് നമ്മൾ കൃത്യസമയത്ത് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഞാനൊരു 3 മിനിറ്റ് ലേറ്റായിപ്പോയി. ഗുഡ് മോർണിംഗ്. തന്നെ ഒരു പാർക്കിലോട്ട് വന്ന് ഇവിടെ ഇന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോവാണ്. നല്ല രസമുള്ള പാർക്ക്. ഇവിടെ ഇങ്ങനെ കുറേ പാർക്കുകളുണ്ട് ബാക്കുവിൽ. രാവിലെ ദാല് കറിയും റൈസും കൂടെ, ബസ്മതി റൈസും കൂടെ മിക്സ് ചെയ്ത് രാവിലെ കുറച്ച് ഭക്ഷണം ആക്കി അത് വന്നിരുന്നു ഇവിടെ ഇന്ന് പാർക്കിൽ നിന്ന് നമ്മൾ കഴിക്കുവാണ്. ഹൗസ് ഫുഡ്? അവൾക്ക് എരി കയറും, എനിക്ക് ഇവിടെ നമ്മൾ റോഡിൻ്റെ അണ്ടറിലോട്ട് വന്നതാണ്. ഇവിടെ മെട്രോ കയറാനും സബ്വേ കയറാനും റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഇതുപോലത്തെ അണ്ടർഗ്രൗണ്ട് ഇതാണ്. ഈ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഇവിടെ വളരെ പോപ്പുലറാണ്. അണ്ടർഗ്രൗണ്ടിൽ ഇവർ ഇതുപോലുള്ള വലിയ മാർക്കറ്റുകൾ, സാധനങ്ങൾ സംഭവങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റുകൾ ഭയങ്കര കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം കടകളാണ്. ഇത് അണ്ടർഗ്രൗണ്ട് ഇവർ അണ്ടർഗ്രൗണ്ട് പണിതപ്പോൾ തന്നെ ഓൾറെഡി ഇവർ ഷോപ്പുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ പണിതിട്ടുള്ളത്. ഇവിടെ സിം എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ മനാത്ത് ആക്ച്വലി ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കറൻസിയാണ്. ഒരു മനാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 60 രൂപ അടുപ്പിച്ച് വരും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കറൻസിയാണ്. ഇതിലിതാ 2 കുട്ടികൾ പോകുന്നു, ഒരു ആൾ ഓഫീസിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി കറൻസി. പിന്നെ ഇത് അസർബൈജാൻ്റെ മാപ്പാണ് കേട്ടോ. ഈ കാണുന്നത് ഇടവഴുണ്ടായി, ഇവിടെ അർമേനിയാണ്. ഇത് അസർബൈജാൻ്റെ ഒരു സ്ഥലമാണ്. ഈ കാണുന്ന അർമേനിയാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള അസർബൈജാൻ്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് മാപ്പ്. ഇനി മെട്രോയിൽ കയറിയിട്ട് നമ്മുടെ ടെമ്പിളിലോട്ട് പോകാനായിട്ടുള്ള ഒരു പ്ലാനാണ്. അതായത് നമ്മുടെ ഫയർ ടെമ്പിളിന് പോകുമ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മോസ്കാണ് കേട്ടോ, ഒരു മുസ്ലിം ദേവാലയമാണ്. ഇവിടെ കൂടുതൽ ഷിയ വിഭാഗക്കാരാണ്, സുന്നി ഷിയ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഷിയ വിഭാഗക്കാരാണ് അസർബൈജാനിൽ കൂടുതലായിട്ടുള്ളത്. നമ്മൾ സിം വാങ്ങിച്ചു. സിം ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ അസർബൈജാനിൽ. സിം റീചാർജൊക്കെ. ഇനി നമ്മളിവിടെ കാർഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ്, ഇവിടുത്തെ ലോക്കൽ കാർഡ്. നമ്മൾ ഇത് വെച്ചിട്ടാണ് ഈ ബാക്കി കാർട്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും യാത്ര ചെയ്യാം. ട്രെയിനിൽ, മെട്രോയിൽ, എല്ലാത്തിലും യാത്ര ചെയ്യാം. നമ്മളിതാ നമ്മുടെ ഇവരുടെ പഴയ സോവിയറ്റ് കാലത്ത് പണിത മെട്രോയിലൂടെ താഴോട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ മെട്രോ സ്റ്റേഷനെത്തി. ഞാനിനി നമ്മുടെ മെട്രോയിലെടുത്തിട്ട് നെക്സ്റ്റ് ബസ്സിൽ കയറിയിട്ട് വേണം കേട്ടോ നമ്മുടെ ടെമ്പിളിലോട്ട് പോകാനായിട്ട്. നമ്മളങ്ങനെ ബസ് കയറിയിട്ട് ഒരു വിജനമായിട്ടുള്ള സ്ഥലത്തോട്ട് പോവാണ്. ഇവിടെയുള്ള പാർക്കിലൊക്കെ ഇവിടെ സിൽക്ക് റൂട്ടിൻ്റെയൊക്കെ ഭാഗമായിരുന്നല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും. നമ്മളിപ്പോൾ സിറ്റിയുടെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പഴയ അംബാസിഡറൊക്കെ നോക്കിക്കേ. അങ്ങനെ നമ്മൾ സുറഖാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് സുറഖാനി റെയിൽവേ സ്റ്റേഷൻ. ഹലോ. സുറഖാനി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ടെമ്പിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ വലിയൊരു കഥയുണ്ട്. ഇതൊരു സൊറാസ്ട്രിയൻ ടെമ്പിളായിരുന്നു, അതേസമയം ഇതൊരു ഹിന്ദു ടെമ്പിളായിരുന്നു, അതേസമയം ഇത് സിഖുകാരുടെ ടെമ്പിളായിരുന്നു. എല്ലാം കൂടെ കൂടിക്കലർന്നായിട്ടുള്ള ഒരു ടെമ്പിളാണ്.
നമ്മളങ്ങനെ നമ്മുടെ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസിലോട്ട് കയറിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന കുറേ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ സാധാരണ പൊതുവെ ഇന്ത്യൻ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. കാരണം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചരിത്രം ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ ഇവരുടെ സുവനീർ ഷോപ്പുകൾ, ഇവരുടെ കരകൗശല വസ്തുക്കൾ, അതൊക്കെയാണ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കാണുന്നത് മുഴുവൻ സുവനീർ ഷോപ്പുകളൊക്കെയാണ്. നമ്മുടെ അസർബൈജാൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് 5 മനാത്താണ്. മനാത്തിൻ്റെ സിമ്പിളാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു കോപ്പർ മാഗ്നറ്റുകളാണ്. 5 മനാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 300 രൂപയൊക്കെയാണ് വരുന്നത്. നല്ല രസമുള്ള ബിൽഡിങ്. പിന്നെ അവിടെ തന്നെ റെസ്റ്റോറൻ്റൊക്കെ ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതില്ലേ, ഈ കാണുന്നതാണ് ഇവരുടെ ടെമ്പിൾ എന്ന് തോന്നുന്നു. പഴയ കാലത്ത് നിർമ്മിച്ച ടെമ്പിൾ. പഴയ കാലം എന്ന് പറയുമ്പോൾ ഏകദേശം 17-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ കാണുന്ന സ്ഥലം നിർമ്മിച്ചത്. ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ റെസ്റ്റോറൻ്റാണ്. ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റും അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഇവിടെ എന്തുണ്ടല്ലോ, ഇവിടെ പഴയ കാലത്തുള്ള ഇവരുടെ ഡ്രസ്സിങ്, അതിൻ്റെ സംഭവമൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഓപ്പൺ മ്യൂസിയം പോലെ. ഇതൊക്കെ അസരിക്കാരുടെ കൾച്ചറാണ് കേട്ടോ. അസരിക്കാർ അവരുടെ ഒരു കൾച്ചർ, അവരുടെ ഒരു ഡ്രസ്സിങ് സംസ്കാരമൊക്കെയാണ് ഇവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അവരുടെ പഴയ കാലത്തുള്ള സ്ത്രീകളുടെ ഡ്രസ്സിങ് സ്റ്റൈല്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വിൻ്റർ സമയങ്ങളിൽ അവർ യൂസ് ചെയ്യുന്ന തൊപ്പി, സോക്സ്. വാവ്, ഇത് പാകിസ്ഥാനിൽ നിന്ന് എന്തോ വന്നേന്ന് തോന്നുന്നു. അതിങ്ങനെ ഇതാക്കുമ്പോൾ ഇതിൽ കൂടെ എയർ വരും. അസർബൈജാനി ക്യുരുക്. ഓ, when they're making a barbecue, you can see them that some people use it for making ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ മൈ ഫസ്റ്റ് ടൈം കേട്ടോ. പിന്നെ അതാണ്ട് നമ്മുടെ തുണി ഉണ്ടാക്കുന്ന ഇത്, ഈ കാണുന്നത് പണ്ട് വെള്ളമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി. ഇത് ഒരു അസരി കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് അവർ റെപ്ലിക്കായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. നമ്മളങ്ങനെ അത്തഷ് ഗാ ടെമ്പിളിലോട്ട് വന്നിട്ടുണ്ട്. അത്തഷ് എന്ന് പറയുന്നത് ഫയർ, ഗാഹ് എന്ന് പറയുന്നത് പ്ലേസ്. അത്തഷ് ഗാ ഫയർ ടെമ്പിൾ അല്ലെങ്കിൽ ഫയർ പ്ലേസ്, അങ്ങനെയാണ് ഇതിൻ്റെ പേര് തന്നെ വന്നിട്ടുള്ളത്. അതായത് ഹൗസ് ഓഫ് ഫയർ എന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ കയറുമ്പം തന്നെ ഇവിടുത്തെ ഒരു സ്ക്രിപ്റ്റ് കണ്ടില്ലേ, ഈ കാണുന്ന സ്ക്രിപ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ സംസ്കൃതം സ്ക്രിപ്റ്റാണ്. ഇവർ ഹിന്ദുസ്ഥാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് 15 മനാത്തിൻ്റെ ടിക്കറ്റ് എടുക്കണം. ഹൗ മച്ച്? 15? നോ ഡിസ്കൗണ്ട്? നോ ഡിസ്കൗണ്ട്? നമ്മൾ 15 ഇതിൻ്റെ ടിക്കറ്റ് എടുക്കണം. പുള്ളിക്കാരിയുടെ ഒരു ഫേക്ക് ടിക്കറ്റ് അല്ല, എന്തോ ഒരു ടിക്കറ്റിൻ്റെ പഴയതുണ്ടായിരുന്നു. അതുകൊണ്ട് വെറും 10 ഇത് മാത്രം കൊടുത്തിട്ട് നമ്മൾ കയറി കണ്ടില്ല. പുള്ളിക്കാരി അതെടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്തഷ്ക ടെമ്പിൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫയർ ടെമ്പിൾ. ഈ കാണുന്നതാണ് കാണുന്ന ഒരു ഡയമണ്ട് ഇതുപോലത്തുള്ള ഇതിലെ ഈ നടുക്ക് വരുന്നതാണ് നമ്മുടെ ഫയർ കേട്ടോ. ഇതാണ് നമ്മുടെ ടെമ്പിളിൻ്റെ ഭാഗം. ഇവിടെ 2-3 മുറികളൊക്കെ ഉണ്ട്. അവിടെ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ തീ കത്തുന്നത് കാണാനായിട്ട് സാധിക്കും. അവ കാണുന്നത് ഫ്ലെയിം ഉണ്ട്. അവിടെ ആയിട്ട് നമുക്ക് ഫ്ലെയിം കാണാനായിട്ട് സാധിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ഫയർ ടെമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുന്നോടിയായിട്ട് ഈ റൂമിൻ്റെ അകത്ത് കയറാം. അതായത് പഴയ കാലത്ത് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്ത് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറൽ ഗ്യാസ് ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ കൂടെ വരുന്നുണ്ട്. അത് ഓക്സിജനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഫയർ ഫ്ലെയിമായിട്ട് കത്തും. അപ്പോൾ സൊറാസ്ട്രിയൻ എന്ന് പറയുന്ന പഴയ മതം ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഹിന്ദു മതങ്ങൾക്ക് മുന്നേയും ക്രിസ്ത്യൻ മതങ്ങൾക്ക് മുന്നേയും എബ്രഹാമിക് റിലീജിയന് മുന്നേ ഉണ്ടായിരുന്ന മതമാണ് സൊറാസ്ട്രിയൻ റിലീജിയൻ. ആ സൊറാസ്ട്രിയൻ റിലീജിയനിലുള്ള ആളുകൾ വന്നിട്ട് അവർ ഫയറിനെ ആരാധിക്കാൻ തുടങ്ങി. ദൈവമായിട്ടല്ല, ബട്ട് അവരുടെ മതത്തിൽ ദൈവത്തിൻ്റെ കൂടെ തന്നെ ഫയറിനെ അവർ പ്യൂരിറ്റി ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അങ്ങനെ സൊറാസ്ട്രിയൻ മതവിഭാഗപ്പെട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് അത് ആരാധിക്കുവാനും അത് വെച്ചിട്ട് അവർ ആ പ്യൂരിറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഫോണിപ്പോൾ തറയിൽ വീണ് പോയേനെ. അങ്ങനെയാണ് ആളുകൾ ഇത് സൊറാസ്ട്രിയൻ ടെമ്പിളായിട്ട് തുടങ്ങിയത്. പിന്നീട് ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ വന്നത് 1700 കാലഘട്ടങ്ങൾക്ക് ശേഷം പണ്ട് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് പാകിസ്ഥാനിലെ മുല്ലക്കെന്ന് പറഞ്ഞ എന്തോ ഒരു സ്ഥലത്തുനിന്ന് പണ്ട് പഴയ കാലത്ത് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകൾ ട്രേഡിനായിട്ട് വരുമായിരുന്നു. ട്രേഡിനായിട്ട് വന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്നിട്ട് അവർ ക്ഷേത്രം പോലെ ഇത് കെട്ടി. അപ്പോൾ അവർ ഓൾറെഡി വന്നപ്പോൾ ഇവിടെ ഫയറിന്
ഫയറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ ഓൾറെഡി ടെമ്പിൾ കെട്ടി. പിന്നെ മാത്രമല്ല അന്ന് ട്രേഡേഴ്സായിട്ട് വന്ന നമ്മുടെ സിഖുകാരും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ നാച്ചുറലായിട്ട് ഫയർ ഉണ്ടായിരുന്നു. പിന്നീട് 1960 കാലം കഴിഞ്ഞപ്പം ആ ഫയർ ഓട്ടോമാറ്റിക്കായിട്ട് അണഞ്ഞു പോയി. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ പിന്നീട് ഇവർ ഓയിലും ഗ്യാസൊക്കെ കണ്ടെത്തിയപ്പോൾ അവർ ഓയിലും ഗ്യാസൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ എക്സ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ പ്രഷർ കാരണം ഇവിടുത്തെ നാച്ചുറലായിട്ട് വരുന്ന ഗ്യാസ് തീർന്നു. അപ്പോൾ ഇവർ ഈ ഫയർ കത്തുന്നത് നാച്ചുറലായിട്ടല്ല, ഇവർ ഓൾറെഡി അടിയിൽ പൈപ്പ് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്നതല്ല കേട്ടോ. 1960 വരെ ഇവിടെ ഫയർ കത്തുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മ്യൂസിയമൊക്കെ ആയപ്പം അവരങ്ങനെ അത് പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാനായിരുന്നു. 1700-1800 കാലഘട്ടത്തിലൊക്കെ സിഖ് മതക്കാരും ഹിന്ദു മതക്കാരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫയർ തുടങ്ങിയത് ഏകദേശം 300 മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു കഥയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ പണ്ടത്തെ സമയത്ത് മിഡിൽ ഏജ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അവർ കണ്ടെത്തിയ കുറേ റൈറ്റിങ്സ്, പിന്നെ പോട്ടും ചട്ടിയും കുട്ടയൊക്കെയാണ്. എന്നൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ 2ാം മില്ലേനിയം സെഞ്ചുറി ഭാഗത്ത് അവർ കണ്ടെത്തിയ കുറേ ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ. പാറക്കല്ലിലൊക്കെ കുത്തി വരച്ച ചിത്രങ്ങൾ അന്നത്തേതാ. ചെറിയ ഒരു ഗുഹയാണ് ഇതെന്ന് പറയുമ്പോൾ പഴയ കാലത്തെ ഒരു കിണറായിരുന്നു കേട്ടോ. തലയിടിച്ചു. ഇത് പണ്ടത്തെ ഒരു കിണറായിരുന്നു. ആ കിണറാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരിപ്പോഴും ഇത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പണ്ട് വന്ന ആദ്യത്തെ തലമുറയായിട്ടുള്ള ട്രേഡേഴ്സ് അല്ല ഇതുപോലെ ഇത്രയും പൊക്കത്തിലൊന്നും ഉണ്ടാക്കിയത്. ഇവിടെ പല രീതിയിലുള്ള ട്രേഡേഴ്സ് വന്നു. ആദ്യം നോർത്ത് ഇന്ത്യ എന്നുള്ള ട്രേഡേഴ്സ് വന്നു. പിന്നെ അറബ്സ് വന്നായിരുന്നു. അപ്പോൾ അറബ്സ് വന്നപ്പോൾ കുറേയൊക്കെ വലുതായിട്ട് ഇവർ പണിതു. അങ്ങനെ കുറേ ചരിത്രമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തിന്. പിന്നീട് ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഈ ഫുള്ളായിട്ട് ഒരു ടൂറിസത്തിന് വേണ്ടി നല്ലതുപോലെ കെട്ടിവെച്ചിരിക്കുന്നതാണ്. നമ്മുടെ സൊറാസ്ട്രിയൻ മതത്തിനെ കുറിച്ചൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് സൊറാസ്ട്രിയൻ മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിലീജിയസിൻ്റെ ആൾ കേട്ടോ. ഫയർ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്, റിലീജിയൻ്റെ ഭാഗമായിട്ടുള്ള. ഈ കാണുന്നത് കണ്ടില്ലേ, അവരുടെ സൊറാസ്ട്രിയൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ തീയിട്ട് വെച്ചിരിക്കുന്നത്. വൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് തൊപ്പിയൊക്കെ എന്ന് പറയുമ്പോൾ ഇവരുടെ സൊറാസ്ട്രിയൻ്റെ ഭാഗമായിട്ട് വൈറ്റ് ആണ് കേട്ടോ ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ ആയിട്ട് ഇവരുടെ ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഇതൊക്കെ അന്നത്തെ പഴയ അവരുടെ ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള. എനിക്കൊന്ന് മരിച്ചു കഴിയുമ്പോൾ ഇവർ സൊറാസ്ട്രിയൻസ് കത്തിക്കില്ലേ, എനിക്കറിയില്ല കേട്ടോ. ഇവിടെ താണ്ട് സൊറാസ്ട്രിയൻ ദേവന്മാർ. ഈ കാണുന്നതൊക്കെ ഇവിടെ പഴയ കാലത്തുള്ള കുറേ തുറന്നതൊക്കെയാണ് അവരിവിടെ അതുപോലെ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. കുറേ റൂമുകളുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് പല ഭാഗത്തായിട്ട് പല രീതിയിലുള്ള റൂമുകളുണ്ട്. ഇവിടെ നമ്മുടെ പഴയ കാലത്ത് ഇവർ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ ഹിന്ദു ദൈവത്തിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടേക്ക് എന്തൊക്കെയുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും കയ്യിൽ എന്തോ ദാനം കൊടുക്കുന്നതോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ കാണാനായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ കുറേ സ്ക്രിപ്റ്റുകളുണ്ട്. ഇവിടെ ഡോങ്കി, നമ്മുടെ ഹോഴ്സ്, പുള്ളിക്കാരൻ വയ്ക്കോല് കൊടുക്കുന്ന ഒരു സംഭവം. നമ്മുടെ പണ്ടത്തെ സംസ്കൃതം ലിപിയിൽ, ഇവിടെ അറബിക് ലിപിയിൽ അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. ഇവിടെ എന്താ, ഇത് സൊറാസ്ട്രിയൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ദിസ് ഈസ് ഗണേശ. നമ്മുടെ ഗണേശയൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ള. കാണുന്നത് പണ്ടത്തെ ഇവർ പിൽഗ്രിമേജ് ഒക്കെ ആയിട്ട് വരുന്നവർ തീയുടെ മുന്നിൽ വർഷിപ്പ് ചെയ്യുന്നതോ സൊറാസ്ട്രിയൻസ് വർഷിപ്പ് ചെയ്യുന്നതോ അതിൻ്റെ ചിത്രമൊക്കെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സൊറാസ്ട്രിയൻ്റെ പണ്ടത്തെ 4 കോർണറിൽ അവരുടെ ആളുകൾ വയ്ക്കുന്ന അതിൻ്റെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. ആ കാണുന്നതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ 4 കോർണറിലുള്ള ഫയർ വരുന്ന പ്രധാനപ്പെട്ട ഇത്. സായി എന്താ ചെയ്യുന്നേ? നോക്ക്, ഈ പൂച്ച എന്നെ വിടുന്നില്ല. എൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു കേട്ടോ. നോക്കിക്കേ, എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടോ. പാവം തോന്നുന്നു കേട്ടോ. ഇവിടെ സ്ട്രീറ്റുകളും തെരുവുകളും എല്ലാം തന്നെ നമ്മുടെ സെൻട്രൽ ഏഷ്യ പോലെ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു മാരേജ് ആണോ അതോ പുതിയ കാറായതുകൊണ്ടാണോ? പുതിയ കാറായതുകൊണ്ടായിരിക്കണം കേട്ടോ. ഇവിടെ കറക്റ്റ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലോ തജിക്കിസ്ഥാനിലോ നമ്മുടെ ബാക്കുവിൽ പിന്നെ നമുക്ക് അങ്ങനെ തോന്നില്ല. ബട്ട് ഇവിടെയൊക്കെ വരുമ്പോൾ കറക്റ്റ് നമുക്കൊരു സെൻട്രൽ ഏഷ്യ പോലെ തോന്നും.
എല്ലായിടവും ആളുകളും മതപരമായിട്ട് ഭയങ്കര സെക്കുലറാണ്. പിന്നെ ഒരു ലാൻഡ്സ്കേപ്പ് വെച്ച് ബിൽഡിങ്, കാറുകൾ, പഴയ സോവിയറ്റ് കണ്ടില്ലേ അപ്പമാര്. ഹലോ, ഇവിടുത്തെ ഗെയിം കളിക്കുന്നു. ഗുഡ് ഗുഡ്, ഹൗ ആർ യു? ഗുഡ്. ഇവിടെ അപ്പം I'm Daniel. Good? യു ആർ ഡാനിയൽ? Yeah. ഡാനിയൽ No. He's a Baku. Baku. Hindustan. Mexico. Mexican ka? Oh, Mexican. Far. അങ്ങനെ ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിലോട്ട് വന്നതാണ്. ഇവിടെ ചോളം, തണ്ണിമത്തൻ, തർബൂസ്. സലാം. ഇവിടെ ഫുള്ള് ലോക്കൽ മാർക്കറ്റാണ്. യൂട്യൂബ്. അടിപൊളി മാർക്കറ്റ് കേട്ടോ. അതാ ചെറിയ ഫ്രൂട്ട്സ്, സാധനങ്ങള്. Çok güzel YouTube'da takipçisi var ya. Var yok ne ama var. Takip atın. Ben çek bilen. ഓക്കെ. ഫോളോവർ കണ്ടപ്പോ നെറ്റ് കേട്ടോ, അതുകൊണ്ടാണ്. YouTube'da paylaşırsan o yüzden. ഇവിടെ ദാണ്ട് ചെറി, നമ്മുടെ പിയേഴ്സ്, ഇവിടെ നമ്മുടെ സാലഡുകള്, ലീവ്സ്. 5 ഇതെന്തോ ഒരു മനാത്തിന് 60 രൂപയൊക്കെയാണ് ഒരു മനാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഉരുളക്കിഴങ്ങ്, എല്ലാ പഴവർഗ്ഗങ്ങള്. ഇവിടെ സ്ട്രോബെറി ഒക്കെ 2 മനാത്തിന് കേട്ടോ. സലാം. ഇവിടെ 2-2.5 മനാത്തിന് ഇത്രയും സ്ട്രോബെറി ഉള്ളല്ലോ. ഇവിടെ ചെറിയ വേറെ ബെറികൾ, എല്ലാം പലതരത്തിൽ. സെൻട്രൽ ഏഷ്യയിൽ ധാരാളം ബെറികൾ. ഇതാ നമ്മുടെ ഗ്രേപ്സ്. ഇവിടെ നല്ല വ്യത്യസ്തമായിട്ടുള്ള കുറേ ഫ്രൂട്ട്സുകൾ. മാത്രമല്ല നല്ല രസം കേട്ടോ. ഇവിടെ എനിക്കൊന്നും അധികം ടൂറിസ്റ്റുകൾ വരില്ല. ഇതിൻ്റെ അടുത്താണ് നമ്മുടെ ഫയർ ടെമ്പിളെങ്കിലും ഫയർ ടെമ്പിളിൽ വരുന്ന എല്ലാ അയൽക്കാരും കാറിൽ വരും പോവും. ഇങ്ങോട്ടൊന്നും ആരും വരില്ല. ഇത് ബാക്കുവിൻ്റെ സിറ്റിയിൽ വളരെ അൺടൂറിസ്റ്റിക് ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവരും ഭയങ്കര വെൽക്കമിങ്. നമ്മുടെ വഴുതന 1 മനാത്ത്. മലേഷ്യയൊക്കെ കാണുന്ന പോലത്തെ നമ്മുടെ ചീസിൽ ഐറ്റംസ്, പാലിലുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ കാണുന്ന നല്ല തണ്ണിമത്തനെല്ലാം നല്ല വലിപ്പമുണ്ട് ഇവിടെയുള്ള തണ്ണിമത്തന്. ഹിന്ദുസ്ഥാൻ. ഇന്ത്യക്കാരെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല കേട്ടോ. കാരണം ഇവർ അസർബൈജാൻ അർമേനിയ യുദ്ധത്തിൽ ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്ത, ഫുൾ ഇന്ത്യൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തത് അർമേനിയ ആയതുകൊണ്ട്. Kappar Singh. Some actors from Hindi, I think. Bollywood, Hindi da, Hindustan. Chakraborty. Kappar. Shaka. Okay. Dharmendra. ഏതോ ഒരു നടനാണ് കേട്ടോ, എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാന്നുള്ള ചക്രബോർത്തിയും ധർമ്മേന്ദ്രയൊക്കെയാണ്. നമ്മളിവിടെ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചു, കട്ട് ചെയ്ത് വെച്ചു കഴിക്കാനായിട്ട്. മുന്തിരി വാങ്ങിച്ചു. ട്യൂബ് എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ വേണം. തശക്കുർ എതിരെയും. Everyone come this truck bike. Salamat. മാർക്കറ്റ് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുവാണല്ലോ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും കുറേ ബെറീസ്, ചെറിയ കുഞ്ഞു ബെറികള്. ഓക്കെ. ഓക്കെ. അവിടെ ഒരു പയ്യന അവന് വീഡിയോയിൽ വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ എല്ലായിടത്തും നല്ല രസത്തോടെയാണ് കേട്ടോ ഇവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെക്സിക്കോ ആൾക്കാരെല്ലായിടത്തും നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്നു, വാട്ട് കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിവിടെ ചായയാണ് ഇവരുടെ പ്രസിദ്ധമായിട്ടുള്ള ഇത്. ഇവിടെ ബിയർ ഉണ്ടല്ലോ. ഇവിടെ ഇവർ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ചായയും ഇവിടെ നിന്ന് തണ്ണിമത്തനൊക്കെ കഴിക്കാൻ വേണ്ടി ഇനി വന്നിരിക്കുക. നോക്കിക്കുക, അവര് നമുക്ക് വേണ്ടി പ്ലേറ്റ് കൊണ്ടുവരുന്നു. ഇവിടെ തണ്ണിമത്തൻ കുളം ഉണ്ടാക്കി. ഇവിടെ ചൂട് ചായ വന്നു കേട്ടോ. ഭയങ്കര ടയേർഡ്. ഇന്ന് ഫുള്ള് വെയിലടിച്ച് കരിഞ്ഞു കേട്ടോ. നമ്മൾ സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഒരു നമ്മുടെ ഫ്രാൻസിലെ പ്രധാനപ്പെട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ടല്ലോ, അതുപോലെ തോന്നുന്നു. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചാണ്. പിന്നെ എല്ലായിടത്തും ഇതുപോലത്തെ ഉള്ള സ്കൂട്ടറുകളുണ്ട് കേട്ടോ നമുക്ക് കറങ്ങാനായിട്ട്. ഇത് ഇവിടുത്തെ ഒരു സിറ്റി സെൻറ്ററിൻ്റെ ഭാഗമാണ്. നമ്മൾ തിരിച്ച് ടൗണിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ അസർബൈജാൻ്റെ ഫ്ലാഗ്, പതാക മിക്ക സ്ഥലത്തും കാണാൻ സാധിക്കും. പബ്ലിക്കായിട്ട് വന്നപ്പോൾ പൂച്ചയ്ക്ക് വേണ്ടിയുള്ള വെള്ളവും ഇതൊക്കെ വെച്ചിരിക്കും. ആരോ ക്രേസി റൈറ്റ്? പൂച്ചയില്ല കേട്ടോ, പൂച്ചയില്ല. പക്ഷേ പൂച്ചയ്ക്ക് വേണ്ടിയുള്ള ആരോ വെച്ചിരിക്കുന്നത്. അവിടെ മാത്രമല്ല, അതാ ഇവിടെയും ഉണ്ട് കേട്ടോ. ക്യാറ്റ് ഹോട്ടൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവിടെയും ക്യാറ്റ് ഹോട്ടലുണ്ട്. ഇവിടെ എല്ലാം അവർ പൂച്ചയ്ക്ക് വേണ്ടി വെള്ളമൊക്കെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ
ഈ കാണുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ് മ്യൂസിയം ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. നമ്മുടെ ഫ്ലെയിം ടവറിൻ്റെ അടുത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോകണം. ഇവിടെ എല്ലായിടത്തും പോലീസാണ്, കാരണം ഇവിടെ എല്ലാം ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ ഇതൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്കിവിടെ നിന്ന് ഇതാ കാസ്പിയൻ സീ ആണ് അവിടെ നിന്ന് കാണുന്നത്. ശബരിമലയിലാണോ? വേർ ആർ യു ടേക്കിംഗ് മീ സായി? To do exercise because you are showing now you need to do something. കൊള്ളാം കേട്ടോ. ഇതാ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകുന്നത്. വാവ്, ഇവിടെ നിന്ന് മനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ട്. ഇതാ വേറെ ലെവൽ വ്യൂ. ഇവിടെ നമുക്ക് ഇതിലും പോകാം. എന്താ ഇതുപോലത്തെ സാധനമല്ലേ, അതിൽ പോയി നമുക്കങ്ങ് ടോപ്പിൽ പോയി ഇറങ്ങാം. എൻ്റെ അവിടെ വെല്ല് വിളിച്ച് ഓടിയ ആള് കിതയ്ക്കുന്നു. ഇതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള ഫ്ലെയിം ടവേഴ്സ്. അവിടെ ഒരു പള്ളിയുണ്ട്. ഇതിലേക്ക് കയറുമ്പോൾ ചായയുടെ മധുരം കൂടുന്ന പോലെ വ്യൂവിൻ്റെ മധുരം, വീടിൻ്റെ ഭംഗിയും കൂടിയിട്ടുണ്ട്. നമ്മുടെ അസർബൈജാൻ്റെ ഫ്ലാഗ്, അവിടെയുള്ള നമ്മുടെ ഒരു അതെന്താ മ്യൂസിയം എന്തോ ആണ്. അവിടേക്ക് എന്തൊക്കെയുണ്ട് കേട്ടോ, അത് കറക്റ്റ് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഈ കാണുന്ന ഒരു ഫ്ലൈയിങ് വീല്, ഈ കാണുന്നത് നമ്മുടെ കാർപ്പറ്റ് മ്യൂസിയമാണ്. ഇവിടെ ഈ കാണുന്നത് അവിടെ ഒരു ഷോപ്പിംഗ് മോളോ എന്തോ ആണ് കേട്ടോ. ആ കാണുന്നത് മോളാണ് ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ കാസ്പിയൻ തടാകത്തിൻ്റെ ഷോർ വരുന്നത്. അങ്ങറ്റം ഫുള്ള് അരിമണി പോലെ കാണുന്നത് ആളുകൾ നടക്കുന്നതാണ്. ഇതാണ് അസർബൈജാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കു സിറ്റിയും ബാക്കുവിലെ കാഴ്ചകളും. No, China. communist? No, it's Kerala. Huh? Kerala. Kerala. India. India, yes, South India. Yeah, South India. I know. I understand. This dress. Class. Yeah, it's കുറേ ടൂറിസ്റ്റ് ഉണ്ട്. കൂടുതൽ ചൈനീസുകാർ, റഷ്യക്കാരാണ് ഏറ്റവും ടോപ്പ് ടൂറിസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത്. പിന്നെ ചൈനക്കാരുണ്ട്, പിന്നെ ഏഷ്യൻ വംശജർ, ഇന്ത്യക്കാരും പാകിസ്ഥാനി എന്നുള്ള ധാരാളം ആളുകൾ ഇവിടെ ട്രാവൽ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല അവർ കുറേ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് കേട്ടോ. പാകിസ്ഥാനും അസർബൈജാനും നല്ല റിലേഷൻ ആണല്ലോ, അപ്പോൾ അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. ഇവിടെ ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഈ കാണുന്ന ഭാഗത്ത് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിൽക്കും. ആ കാണുന്നത് എന്തോ ഒരു റെസ്റ്റോറൻറ്റ് എന്താണ് കേട്ടോ ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ ബാങ്ക് വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഇരുന്ന് രാത്രിയായപ്പോൾ ഇവിടെ തീ കത്തി ഉരുകുവാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ ഫ്ലെയിം ടവറൊക്കെ.